ഹലോ സിനിഫാൻസ്. ഇന്ത്യൻ സിനിമയിൽ ഏറെ അടുത്തിടപഴകുന്ന രണ്ട് ഇൻഡസ്ട്രികളാണ് മലയാളവും തമിഴും. മലയാള സിനിമകൾ തമിഴ്നാട്ടിലും തമിഴ് സിനിമകൾ കേരളത്തിലും റിലീസാകുകയും വലിയ സ്വീകാര്യതകൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സൂര്യ, വിജയ് തുടങ്ങിയ താരങ്ങൾക്ക് കേരളത്തിലുള്ള വലിയ ഫാൻ ബേസും ഇതിനുദാഹരണമാണ്. അതുകൊണ്ട് തന്നെ തമിഴ് സംസാരിക്കുന്ന കഥാപാത്രങ്ങൾ മലയാളത്തിലും മലയാളം പറയുന്ന കഥാപാത്രങ്ങൾ തമിഴിലും വരാറുണ്ട്. അത് പ്രേക്ഷകർ ആസ്വദിക്കാറുമുണ്ട്. പക്ഷേ ഈ രണ്ട് ഭാഷകളെയും അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യത്തിൽ ഈ രണ്ട് ഇൻഡസ്ട്രികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റും. മലയാള സിനിമ തമിഴ് ഭാഷയെ അത്യാവശ്യം നന്നായി തന്നെ കൈകാര്യം ചെയ്യാറുണ്ട്. പലപ്പോഴും തമിഴിൽ നിന്നുള്ള താരങ്ങളെ തന്നെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചത് വഴി തമിഴ് എന്ന ഭാഷയെ മനോഹരമായി എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അവസാനം ഇറങ്ങിയ ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം, മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. മുൻപും ഒരു പരിധിവരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നുവെങ്കിലും തമിഴരെ കുറച്ചൊക്കെ കളിയാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ കാലം മാറുകയും പുതിയ ഫിലിം മേക്കേഴ്സ് വരികയും ചെയ്തപ്പോൾ മലയാള സിനിമയ്ക്കുണ്ടായ മാറ്റങ്ങളിലൊന്നാണ് തമിഴരെയും തമിഴ് ഭാഷയും മനോഹരമായി സ്ക്രീനിൽ എത്തിച്ചത്. എന്നാൽ മാറ്റമില്ലാതെ തുടരുന്നത് തമിഴ് ഇൻഡസ്ട്രി തന്നെ എന്ന് വേണം പറയാൻ. നുള്ളിപ്പെറുക്കിയെടുത്ത ചില സിനിമകൾ ഒഴിച്ചാൽ ഭൂരിഭാഗവും പഴയ സിനിമകൾ ചെയ്തു വെച്ച ടെംപ്ലേറ്റ് മലയാളിയാണ് ഇന്നും പുതിയ കുപ്പിയിലാക്കി തരുന്നത്. കഥാപാത്രങ്ങളുടെ ഡയലോഗ്, സോങ്സ് അങ്ങനെ എല്ലാത്തിലും അന്നു മുതൽ ഇന്നു വരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അവസാനം ഇറങ്ങിയ ശിവകാർത്തികന്റെ അമരെല്ലാം ഇതിങ്ങനെയൊക്കെ തന്നെ. മലയാളിയായ ഇന്ദു റബേക്ക വർഗീസ് എന്ന കഥാപാത്രത്തിന് വേണ്ടി സായ് പല്ലവിയെ തിരഞ്ഞെടുത്തത് വളരെ നല്ല കാര്യമാണ്. സായ് പല്ലവി ആ കഥാപാത്രത്തെ ഗംഭീരമാക്കിയിട്ടുമുണ്ട്. എന്നാൽ മലയാളികൾക്ക് കല്ലുകടിയായത് സായ് പല്ലവിയുടെ ഡയലോഗ് ഡെലിവറിയാണ്. ഇന്ദു എന്ന മലയാളിയുടെ സംസാരം അങ്ങനെയല്ലല്ലോ. അത് അമരൻ എന്ന സിനിമ നന്നായിട്ട് മലയാളികൾക്കിടയിൽ ഒരു കുഞ്ഞു നെഗറ്റീവായി. അതുപോലെ മലയാളി എന്നാൽ പുട്ടും കഥകളിയും മമ്മൂട്ടിയും മോഹൻലാലും മുല്ലപ്പൂവും കേരള സാരിയും ഒന്നും മാത്രമല്ല, പല തമിഴ് സിനിമകളും ഇവയിലൊക്കെ മാത്രം ചുരുങ്ങി പോകുന്നതായി തോന്നാറുണ്ട്. മലയാളം പറയുന്ന കഥാപാത്രങ്ങളെ മലയാളികൾ തന്നെ അഭിനയിക്കണമെന്നൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഡബ്ബിങ്ങിനെങ്കിലും നന്നായി മലയാളം പറയാൻ അറിയുന്നവരെ ഉപയോഗിച്ചൂടെ? കാലങ്ങളായി മലയാള സിനിമയിൽ മുഴുതിയുള്ള തമിഴ് പാട്ടോ അല്ലെങ്കിൽ മലയാളവും തമിഴും ചേർന്ന് പാട്ടുകൾ വരാറുണ്ട്. ഒരിക്കലും ഇതേത് തമിഴെന്ന് ചോദിക്കാൻ ഇടയുണ്ടാക്കിയിട്ടില്ല. മലയാളം തമിഴിൽ നിന്നുണ്ടായതുകൊണ്ടും ആ ഒരു ഭാഷാപരമായ ബോണ്ടിങ് ഉള്ളതുകൊണ്ടും മലയാളികളായ സിംഗേഴ്സ് തമിഴിൽ പോയി പാടുന്നതുകൊണ്ടും മലയാളികൾക്ക് ഒന്ന് ശ്രമിച്ചാൽ തമിഴ് നന്നായി വഴങ്ങുമെന്നുള്ളതുകൊണ്ടും ഇവിടുത്തെ മലയാളം സിംഗേഴ്സ് നന്നായി തമിഴിൽ ലിറിക്സ് വരാറുണ്ട്. തമിഴിൽ നിന്നും സിംഗേഴ്സിനെ കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ടുമുണ്ട്. പാട്ടുകൾക്ക് ഏറെ പ്രാധാന്യം ലിറിക്സാണ്. തമിഴ് ഭാഷയുടെ സൗന്ദര്യത്തെ നിലനിർത്തി തന്നെയാണ് മലയാള സിനിമയിൽ തമിഴ് പാട്ടുകൾ വരികൾ എഴുതാറുള്ളൂ. അതിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ മലയാളികൾ തന്നെ അത് ആദ്യം വിമർശിക്കും. എന്നാൽ ഇതിനൊക്കെ വിപരീതമാണ് തമിഴ് ഇൻഡസ്ട്രി. മലയാളം നേരെ വഴങ്ങാത്ത സിംഗേഴ്സിനെ കൊണ്ട് മലയാളം പാട്ട് പാടിപ്പിക്കും. ഇനി നല്ല സിംഗേഴ്സ് ആണെങ്കിൽ കൂടി ലിറിക്സ് വളരെ ദയനീയമായിരിക്കും. AR റഹ്മാനാണ് മലയാള ഭാഷയെ വളരെ നന്നായി ഉപയോഗിച്ചിട്ടുള്ളത്. വേറെ ആരെയും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. വിണ്ണെ താണ്ടി വരുവായ ദിൽസേ ഒക്കെ ഇതിനുദാഹരണമാണ്. കറന്റ് സെൻസേഷൻ അനിരുദ്ധ് പോലും ഇതിൽ പരാജയപ്പെട്ടു. പേട്ടയിലെ പാട്ട് തന്നെ കേട്ടില്ലേ, മലയാളമാണെന്ന് പറയുന്നെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട അവസ്ഥ. മല കയറാൻ പോയൊരു മായാണ്ടിക്ക് എന്തോന്ന് കരിവണ്ണൂരുള്ളൊരു ഉണ്ടവാട. സിംഗേഴ്സ് ഇല്ലാത്തതാകാൻ വഴിയില്ല. പലപ്പോഴും ലിറിക്സ് ആണ് പ്രധാന കാരണം. തമിഴ് ഓഡിയൻസിന് മനസ്സിലാകില്ല എന്നൊന്നും ഇനി പറയരുത്. മലയാളം സിനിമകൾ മലയാളത്തിൽ തന്നെ സബ്ടൈറ്റിൽ വെച്ചും വെക്കാതെയും കാണുന്ന പ്രേക്ഷകരാണ് ഇപ്പോഴുള്ളത്. അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇതൊരു ക്രിറ്റിസിസമായോ തമിഴ് ഇൻഡസ്ട്രിയെ മോശക്കാരാക്കാനോ അല്ല. ഇനിയെങ്കിലും കുറെ കൂടി നന്നായി മലയാളത്തെ തമിഴ് സിനിമകളിൽ കാണിക്കാൻ ശ്രമിക്കാം.